തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രിഗോറിയൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മലങ്കര സഭ മക്കൾക്കും, ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ മുന്നമേ നേരട്ടെ. ക്രിസ്തു ജനനം നൽകുന്ന സന്ദേശം ഏറ്റവും ചുരുക്കമായി പറഞ്ഞാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള ആ ഗാനത്തിൽ അടങ്ങിയിട്ടുണ്ട്. സ്വർഗീയ മാലാഖന്മാർ വിദ്വാൻമാരോടും ആട്ടിടയന്മാരോടും ചേർന്ന് പാടിയതായ ആദ്യത്തെ കരോൾ സർവീസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് ഘടകങ്ങളാണ് ഇത്. ഒന്ന്, നമ്മുടെ ജീവിതം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് അവൻ്റെ കൈവേലയെ, അവൻ്റെ വിധാനങ്ങളെ വർണ്ണിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്. പ്രകൃതിയുടെ കടമയാണ്, പ്രകൃതിയുടെ സ്വാതന്ത്ര്യമാണ്, പ്രകൃതിയുടെ അവകാശമാണ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ ആരാധനയ്ക്ക് പരമ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇതാണ്. അങ്ങനെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ഉത്ഭവിക്കേണ്ട, അതിൽ നിന്ന് പ്രകൃതിയിലേക്ക് തിരികെ പരക്കേണ്ടുന്ന പരിമളമാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചിട്ടുള്ളവർക്ക്, ദൈവകൃപ ലഭിച്ചിട്ടുള്ളവർക്ക് ശാന്തി, സമാധാനം എന്നുള്ള വലിയ ദൂത്. 2014 ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നു. താമസിയാതെ 2015 എന്ന സെക്കുലർ വർഷത്തിലേക്ക് നാം കടക്കുന്നു. ഓരോ കാലത്തും ഈ പ്രപഞ്ചത്തിൽ ദൈവിക ശാന്തി, സമാധാനം നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ജനതയ്ക്ക്, ക്രിസ്തുവിനെ അനുയായികളായി ജീവിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഓരോ കാലഘട്ടങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം. ആദ്യ ക്രിസ്തുമസ് രാത്രി തന്നെ ഒട്ടനവധി പ്രതിസന്ധികൾ നാം കാണുന്നുണ്ട്. ദൈവപുത്രനെ ജന്മം എടുക്കുവാനായിട്ട് സ്ഥലമില്ലാത്ത അവസ്ഥ. ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ആ സത്യത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ആ പ്രദേശത്തുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ശിശുക്കളെയും കൊന്നൊടുക്കുക എന്ന് ചിന്തിച്ച ഒരു ഭരണ നേതൃത്വം. ഇതൊക്കെ തന്നെ ഇന്നും നാം കാണുന്നുണ്ട്. മനുഷ്യകുലത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വധിക്കുന്ന പ്രവർത്തനങ്ങൾ നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വായിക്കുന്നു. കഴിഞ്ഞ ദിവസം പെഷവാറിൽ ഒക്കെ നടന്ന സംഭവങ്ങൾ നാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ലോകം. പിശാച് പോലും ചെയ്യുവാൻ മടിക്കുന്ന ക്രൂരതയാണ് ഇന്ന് മനുഷ്യമക്കൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മതത്തിൻ്റെ പേരിലോ, രാഷ്ട്രത്തിൻ്റെ പേരിലോ, മറ്റേതെങ്കിലും തത്വശാസ്ത്രത്തിൻ്റെ പേരിലോ, ഏത് പേരിലായാലും അതീവ ക്രൂരതകൾ നടക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കി ലോകത്തിൽ ദൈവിക സമാധാനം പരത്തുക എന്നുള്ളതായിരിക്കണം ഈ ക്രിസ്തുമസ് കാലത്ത്, അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നാം കാഴ്ചവെക്കേണ്ടത്. ആ വിധത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു തിരുപ്പിറവി
ഒരു ക്രിസ്തു ജനനം നമ്മിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ക്രിസ്തുവുള്ളവരായി ഒരു പുതിയ വർഷത്തിലേക്ക് കാലൂന്നുവാൻ, സത്യത്തിനും നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും പ്രത്യേകമായി